കോഴിക്കോട്ട് ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച്. ആലുവ NSS മോചനയാത്രാ കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സർക്കാരിനെ പിന്തുണച്ച NSS നിലപാടിനെതിരെയാണ് പ്രതിഷേധം ഉണ്ടായത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഈ പ്രതിഷേധക്കാരെ പിന്നീട് അവിടെ നിന്ന് പോലീസ് നീക്കി. എന്താണ് വലിയ മുദ്രാവാക്യമൊക്കെ മുഴക്കിയുള്ള പ്രതിഷേധം, ബാനറുകൾ ഉയർത്തിയൊക്കെയുള്ള പ്രതിഷേധമായിരുന്നു അല്ലേ? വലിയൊരു പ്രതിഷേധമായിരിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഒരു 10-30ഓളം പേർ മാത്രമാണ് വന്നത്. അതിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ടായിരുന്നു. അവർ ചങ്ങനാശ്ശേരി നഗരത്തിലെത്തി ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് പെരുന്നയിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 11:30യോടുകൂടി ആ മാർച്ച് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ NSSൻ്റെ ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇവരെ തടയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തുടർന്ന് വഴിയിൽ തന്നെ മനത്തു പത്മനാഭൻ്റെ ചിത്രം വെച്ച് അവിടെ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് NSS സ്വീകരിക്കുന്ന നിലപാടിലുള്ള പ്രതിഷേധമാണ് ഇവർ നടത്തിയത്. ആലുവ കേന്ദ്രീകരിച്ചുള്ള ആലുവ കരയോഗത്തിലെ ആളുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലുവ NSS മോചന കർമ്മസമിതി എന്നാണ് അവരുടെ ബാനറിൽ എഴുതിയിരുന്നത്. നമുക്കറിയാവുന്ന പോലെ അയ്യപ്പ സംഗമത്തിന് ശേഷം അതിനെ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തിനും അതുപോലെ തന്നെ ശബരിമല സ്ത്രീപ്രവേശന സമയത്ത് സർക്കാർ സ്വീകരിച്ച നിലപാടുകളെയും എല്ലാം പുകഴ്ത്തുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്തു. ഇതിൽ ഈ NSSനുള്ളിൽ തന്നെ ചില പ്രതിഷേധങ്ങൾ, ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്കൊരു പെരുന്നയിലേക്കൊരു പ്രതിഷേധം എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. എന്തായാലും പോലീസ് അത് NSS ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട്. അനുജ, ശരി, പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്കാണ് ഒരു പ്രതിഷേധം ഉണ്ടായത്. സർക്കാർ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിലുള്ള പ്രതിഷേധം. പോലീസ് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.